കണ്ണൂർ വിമാനത്താവളം 7ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ സ്റ്റാറ്റസ് അനുവദിക്കണമെന്നും വിദേശ വിമാന കമ്പനികളുടെ ഉൾപ്പെടെ കൂടുതൽ വിമാനങ്ങൾ കണ്ണൂരിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്താനുള്ള സൗകര്യം ഒരുക്കണമെന്നും സ്പീക്കർ എൻ ഷംസീർ. അതിലൂടെ മാത്രമേ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെയും ഈ നാടിൻ്റെയും വികസനം നാം സ്വപ്നം കണ്ടതുപോലെ യാഥാർത്ഥ്യമാവുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ടീം ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേണി കണ്ണൂർ എയർപോർട്ട് ഫസ്റ്റ് ഫ്ലൈറ്റ് പാസഞ്ചേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ പോയിന്റ് ഓഫ് കോളും നോർത്ത് മലബാറിൻ്റെ വികസനവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. മലബാറിന്റെ അനന്തമായ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കളരിയും തെയ്യവും അടക്കമുള്ള നമ്മുടെ നാടിന്റെ സാംസ്കാരിക തനിമകളെ ലോക ടൂറിസ്റ്റുകൾക്ക് അനുഭവവേദ്യമാക്കി തീർക്കണമെങ്കിൽ വിമാനത്താവള വികസനം പൂർണ്ണമായ അർത്ഥത്തിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. പോയിന്റ് ഓഫ് കോൾ പദവിക്ക് വേണ്ടി ആദ്യ വിമാനയാത്രക്കാരുടെ സംഘം കഴിഞ്ഞ 6 വർഷക്കാലമായി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ ഫലപ്രാപ്തിയിലെത്തുമെന്നും സ്പീക്കർ പറഞ്ഞു. മറ്റ് താല്പര്യങ്ങളൊന്നുമില്ലാതെ വിമാനത്താവളത്തിൻ്റെയും ഈ നാടിൻ്റെയും വികസനത്തിന് ഈ കാലമത്രയും ഡൽഹിയിലടക്കം പോയി അധികാര കേന്ദ്രങ്ങളിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തുന്ന ടീം ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേണിയുടെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണെന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു. മറിച്ച് നാടിന്റെ പുരോഗതി മാത്രം ലക്ഷ്യം വെച്ച് കുറച്ച് ആളുകൾ അവർ അതിനുവേണ്ടി ഇറങ്ങുമ്പം അവരെ പിന്തുണയ്ക്കേണ്ടത് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരുടെ ഉത്തരവാദിത്വമാണ്, കർത്തവ്യമാണെന്ന് തിരിച്ചറിവിൽ നിന്നാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ നിർബന്ധിതമായത്. തീർച്ചയായും ഇതൊരു നല്ല ഒരു ടീമാണ്. ഈ കണ്ണൂരിൻ്റെ എയർപോർട്ടിന് വേണ്ടിയുള്ള മുന്നോട്ട് കുതിപ്പിന് വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ ഓരോ ഭാഗത്താണ്. അത്തരത്തിൽ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി, ഒരു പ്രഷർ ഗ്രൂപ്പായി ടീം ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേണി കണ്ണൂരിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. എല്ലാവരും ഇപ്പോൾ നേരത്തെ ഇതില് സിംഗിളായിട്ട് എല്ലാവരും പോയത്, പക്ഷേ ഇപ്പോൾ ഡബിളായി മാറി, കുടുംബങ്ങൾ വന്നു ചേർന്നു. ഇതൊരു വലിയ കൂട്ടായ്മയായി മാറി എന്നുള്ളതാണ് ഇതിന്റെ വിഷയം. ഈ കൂട്ടായ്മ കളക്റ്റീവായി ഇനിയും ശ്രമിക്കുന്ന ആ കൂട്ടത്തിൽ നിങ്ങളും ശക്തമായി നിൽക്കണമെന്ന് മാത്രം പറഞ്ഞു. നമുക്ക് ഒറ്റ അജണ്ട, അത് കണ്ണൂർ എയർപോർട്ടിന്റെ വികസനം മാത്രമാണ്. ആ വികസനം യാഥാർത്ഥ്യമാകും വരെ നിങ്ങൾ പിന്തിരിയരുതെന്ന് മാത്രം പറഞ്ഞു. KTDC ലൂംലാൻഡിൽ നടന്ന സെമിനാറിൽ ലത്തീഫ് KS അധ്യക്ഷനായി. യോഗത്തിൽ KV സുമേഷ് MLA, P ഇന്ദിര, C രഘുനാഥ്, OK വിനീഷ്, ജയദേവൻ മാലുകുടി, സച്ചിൻ സൂര്യകാന്ത്, അഡ്മിറൽ മോഹനൻ, TB മധുകുമാർ, SK ഷംസീർ, സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.